ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखामितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्ता राधा कान्ता नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरो दीनतारिणं परमानन्दमाधवं श्रीचैतन्यदेवं। ഹരേ കൃഷ്ണ. എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ചൈതന്യ ചരിതാമൃതം ആദിലീല 4-ാമത്തെ അധ്യായം 166-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് നോക്കേണ്ടത്. അതിമനോഹരമായിട്ടുള്ള സെക്ഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തത്വമാണെങ്കിലും നല്ല മാധുര്യമുള്ള സെക്ഷനാണ് തീർച്ചയായിട്ടും. ഒരുപാട് തത്വങ്ങൾ പഠിക്കുന്നുണ്ട് കൂട്ടത്തിൽ, പക്ഷെ വളരെയധികം മനോഹരമാണ്. അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു, അതായത് കാമം എന്താണ്, സ്നേഹം എന്താണ് എന്നുള്ളതിന്റെ വ്യത്യാസം, കാമം എന്താണ്, പ്രേമം എന്താണ് എന്നുള്ളത്. 164-ാമത്തെ ശ്ലോകത്തിൽ ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, കാമം എന്ന് പറയുന്നത് ഇരുമ്പ് പോലെയാണ്, എന്നാൽ പ്രേമം എന്ന് പറയുന്നത് സ്വർണം പോലെ. 165-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, 165-ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്, ആത്മേന്ദ്രിയ പ്രീതി വാഞ്ച താരെ ബലെ കാം, കൃഷ്ണേന്ദ്രിയ പ്രീതി ഇച്ഛ ധാരെ പ്രേമനാം. കാമം എന്ന് പറഞ്ഞെങ്കിൽ ആത്മേന്ദ്രിയ പ്രീതി, സ്വന്തം ഇന്ദ്രിയ തൃപ്തി, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ആത്മേന്ദ്രിയ പ്രീതി, അതാണ് കാമ. കൃഷ്ണേന്ദ്രിയ പ്രീതി, കൃഷ്ണന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുമ്പോൾ, കൃഷ്ണന്റെ ഇന്ദ്രിയങ്ങൾക്ക് അല്ലെങ്കിൽ കൃഷ്ണനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ പ്രേമം എന്ന് വിളിക്കുന്നു. ഇതാണ് വ്യത്യാസം. അപ്പോൾ കാമം എന്താണ്, പ്രേമം എന്താണെന്ന് തിരിച്ചറിയണം നമ്മൾ. നമ്മൾ അവിടെ വരുമ്പോൾ സെൽഫിഷ്നെസ് വരുമ്പോൾ അത് എന്താണ്, അത് കാമം. എന്നാൽ ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതെല്ലാം അതിനാണ് പ്രേമം എന്ന് പറയുന്നത്. കൃഷ്ണേന്ദ്രിയ പ്രീതി 166-ാമത്തെ ശ്ലോകം. കാമേര താത്പര്യ നിജ സംഭോഗ കേവല, കൃഷ്ണ സുഖ താത്പര്യ മാത്ര പ്രേമത പ്രബല. ജയ് ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. കാമേര താത്പര്യ നിജ സംഭോഗ കേവല,
കൃഷ്ണ സുഖ താല്പര്യ മാത്ര പ്രേമത പ്രബല. വിവർത്തനം ബൈ ശ്രീവെങ്കേ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. കാമത്തിന്റെ താല്പര്യം സ്വന്തം ഇന്ദ്രിയങ്ങളുടെ ആസ്വാദനം മാത്രമാണ്. എന്നാൽ പ്രേമം കൃഷ്ണന്റെ ആസ്വാദനത്തിനുള്ള താല്പര്യമാണ്. അതിനാൽ അത് വളരെ ബലവത്താകുന്നു. ഹരേ കൃഷ്ണ. അവനവന്റെ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് വീണ്ടും ആ കഴിഞ്ഞ ശ്ലോകത്തിന്റെ വീണ്ടും എക്സ്പ്ലനേഷൻ പറയുന്നു. കാര്യം കാമത്തിന്റെ ഒബ്ജക്റ്റ് എന്താണ്? നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. എന്നാൽ പ്രേമം എന്ന് പറയുമ്പോൾ അത് ഭഗവാന് വേണ്ടി ചെയ്യുന്നത്, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നതിനെയാണ് പറയുന്നത്. എന്നാൽ അപ്പൊ ഇതിൽ ഏതാണ് പ്രബലമായിട്ടുള്ളത്? എന്താണ്? പ്രേമമാണ് പ്രബലമായിട്ടുള്ളത്, അല്ലെങ്കിൽ ബലമുള്ളത്. 167, 68, 69 3 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ്. ലോകധർമ്മ വേദധർമ്മ ദേഹധർമ്മ കർമ്മ ലജ്ജ ധൈര്യ ദേഹ സുഖ ആത്മസുഖ മർമ്മ ദുഷ്ട്യജ ആര്യപത നിജ പരിജന സ്വജനെ കരയയത തടന ബൃസ്തന സർവത്യാഗി കരി കരെ കൃഷ്ണേര ഭജൻ കൃഷ്ണ സുഖ ഹേതു കരെ പ്രേമ സേവന. ഹരിബോൽ. ഹരേ കൃഷ്ണ പ്രഭുജി. ലോകധർമ്മ വേദധർമ്മ ദേഹധർമ്മ കർമ്മ ലജ്ജ ധൈര്യ ദേഹ സുഖ ആത്മസുഖ മർമ്മ ദുസ്ത്യജ ആര്യപഥ നിജ പരിജന സ്വജനെ കരയയത തടന ബർസല സർവത്യാഗ കരി കരെ കൃഷ്ണര ഭജന കൃഷ്ണ സുഖ ഹേതു കരെ പ്രേമ സേവന. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ഗോപികമാർ കൃഷ്ണനെ സേവിക്കുന്നതിനു വേണ്ടി സാമൂഹിക ആചാരങ്ങളും വേദാനുശാസനങ്ങളും ശാരീരിക ആവശ്യങ്ങളും കാമ്യകർമ്മങ്ങളും ലജ്ജാഭാവവും ക്ഷമാശീലവും ശാരീരിക സുഖങ്ങളും ആത്മസുഖവും ത്യജിക്കാൻ പ്രയാസമുള്ള വർണ്ണാശ്രമധർമ്മവും അതുപോലെ തന്നെ സ്വന്തം ബന്ധുക്കളെയും അവരുടെ ശിഷ്യകളെയും ശാസനകളെയും ത്യാഗം ചെയ്തിരിക്കുന്നു. അവർ അവിടുത്തെ സന്തോഷത്തിനായി പ്രേമസേവനം അനുഷ്ഠിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗോപികമാരുടെ പ്രേമം, ഇതാണ് പ്രേമം, ശരിയായിട്ടുള്ള പ്രേമം. അവരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതല്ല അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഗോപികമാർക്ക് അവരുടെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണെന്നുള്ളത്. പക്ഷെ ആക്ച്വലി അതല്ല. കൃഷ്ണൻ ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം, കൃഷ്ണന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എല്ലാവിധ സാമൂഹിക അല്ലെങ്കിൽ മറ്റുള്ള കസ്റ്റംസും അതെല്ലാം, അതേപോലെ തന്നെ ഈവൻ ശാസ്ത്രങ്ങളിൽ പറയുന്നത് പോലും ശാസ്ത്രങ്ങളിൽ, അതായത് കൃഷ്ണനുമായിട്ടുള്ള ഡീലിങ്സ് വ്യത്യാസമുണ്ട്. ഐശ്വര്യപൂർണമായിട്ടുള്ള ഇപ്പൊ വിഷ്ണുവിനെ അല്ലെങ്കിൽ നാരായണനെ ആരാധിക്കുന്ന പോലെയല്ല കൃഷ്ണ ആരാധന, വ്യത്യാസമുണ്ട് അല്ലെ? അപ്പോൾ ഇത് പലതും അതിനതീന്ദ്രിയമായിട്ടുള്ളതാണ്. കാര്യം പ്രേമം വരുമ്പോൾ വൈകുണ്ഠത്തിലെ അറ്റ്മോസ്ഫിയർ അല്ല ഗോലോക വൃന്ദാവനത്തിലെ പ്രേമമാണ് അവിടെ. എന്നാൽ വൈകുണ്ഠത്തിൽ കൂടുതലും ഐശ്വര്യപൂർണമായിട്ടുള്ള ഭക്തിയാണ്. ഇവിടെ പ്രേമപൂരിതമായിട്ടുള്ള ഭക്തിയാണ്, രാഗഭക്തിയാണ് ഉള്ളത്. എവിടെ? ഗോലോക വൃന്ദാവനത്തിൽ. രാഗഭക്തി ചെയ്യുന്നവർക്കാണ് ഈ പറയുന്ന ലക്ഷണങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അതായത് ഒന്നും തന്നെ അവനവന്റെ ഒരു പ്രത്യേകിച്ച്, അതായത് ഗോപികമാരെ അറിയാം, വിവാഹം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ ഉണ്ട്. പിന്നെ അതായത് അവർക്ക് വീട് വിട്ട് പോകാൻ പാടില്ല, അങ്ങനെ പല പല നിബന്ധനകളുണ്ട്. പക്ഷെ അതെല്ലാം അവർ മാറ്റിവെച്ച് അവരുടെ നാണം, അവരുടെ എല്ലാവിധ അവരുടെ സ്വന്തം കാര്യങ്ങൾ പോലും മാറ്റിവെച്ച് അവര് ഭഗവാനെ സേവിക്കാൻ വേണ്ടി അവർ ഓടുന്നു, അല്ലെങ്കിൽ അവര് പോകുന്നു. അതായത് പണിഷ്മെന്റ്, അതായത് വീട്ടുകാരിൽ നിന്ന് ചീത്ത കേൾക്കാനും അവരെ എന്തേലും ശിക്ഷിക്കുകയാണെങ്കിൽ അതൊക്കെ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് കൃഷ്ണന്. എന്നാൽ ഒന്നും സംഭവിക്കരുത്, അല്ലെങ്കിൽ കൃഷ്ണൻ ഒന്നും സംഭവിക്കരുത് എന്നല്ല, കൃഷ്ണന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ത്യാഗവും എടുക്കാൻ തയ്യാറാണ്. അതാണ് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൃഷ്ണന് തലവേദന വരുന്ന സമയത്ത് നാരദമുനി എല്ലാവരോടും മണ്ണ് ചോദിക്കുന്നു, അതായത് പാദങ്ങളിലെ ധൂളി ചോദിക്കുന്നു. ഗോപികമാര് പറഞ്ഞു, എടുത്തു കൊണ്ടുകൊള്ളൂ.
അപ്പോ നരകത്തിലേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, നരകത്തിലേക്ക് പോയാലും കുഴപ്പമില്ല, കൃഷ്ണന്റെ തലവേദന മറന്നാണ് ഞങ്ങളുടെ സന്തോഷം. അതാണ് അവരുടെ ഭാവം. അപ്പോൾ അവിടെ ആ ഒരു ഉദാഹരണത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവരുടെ ഈ സ്നേഹം അല്ലെങ്കിൽ പ്രേമം സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല, ഭഗവാന് വേണ്ടിയിട്ടാണ്. നരകത്തിലേക്ക് പോകാൻ തയ്യാറായിട്ടുള്ളവര് ഒന്ന് ആലോചിച്ച് നോക്കൂ. കൃഷ്ണൻ എന്നാൽ സന്തോഷമായിട്ടിരിക്കട്ടെ, ഇത് മാത്രമേ ഉള്ളൂ അവരുടെ ആഗ്രഹം. അടുത്ത ശ്ലോകം. ഈഹാക്കെ കഹിയെ കൃഷ്ണേ ദൃഢ അനുരാഗ സ്വച്ഛ ദൗത വസ്ത്രേ യചേ നാഹി കോന ദാഗ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈഹാക്കെ കഹിയെ കൃഷ്ണേ ദൃഢ അനുരാഗ സ്വച്ഛ ദൗത വസ്ത്രേ യൈഛേ നാഹി കോന ധാഗ. ഹരേ കൃഷ്ണ പ്രഭുജി. വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ. വിവർത്തനം. ഇതിനെ കൃഷ്ണനോടുള്ള ദൃഢമായ അനുരാഗം എന്ന് വിളിക്കുന്നു. കറയില്ലാത്ത ശുദ്ധവസ്ത്രം പോലെ അത് കളങ്കമറ്റതും പരിശുദ്ധവുമാണ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഭാവാർത്ഥം. ഇന്ദ്രിയാസ്വാദനത്തിന്റെ എല്ലാ ഏർപ്പാടുകളും ഉപേക്ഷിക്കുവാനും ഗോപസ്ത്രീകളെ പോലെ ഭഗവാന്റെ പരമേച്ഛയോട് ഇണങ്ങിച്ചേരുവാനും ചൈതന്യ ചരിതാമൃതത്തിന്റെ കർത്താവ് എല്ലാവരെയും ഉപദേശിക്കുന്നു. ഭഗവത്ഗീതയിൽ കൃഷ്ണന്റെ പരമമായ ഉപദേശവും ഇത് തന്നെയാണ്. ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതിന് എന്തും തന്നെ ചെയ്യുവാൻ നാം തയ്യാറാകണം. വൈദിക തത്വങ്ങളും ധാർമ്മിക നിയമങ്ങളും ലംഘിച്ചിട്ടാണെങ്കിൽ പോലും. അതാണ് ഭഗവത് പ്രേമത്തിന്റെ നിലവാരം. പരിശുദ്ധ പ്രേമത്തിലുള്ള അത്തരം പ്രവർത്തികൾ കഴുകി ശുദ്ധമാക്കപ്പെട്ട കറയില്ലാത്ത ശുഭ്ര വസ്ത്രം പോലെയാണ്. സർവവും പരിത്യജിക്കുക എന്ന ആശയത്തെ ശരീരത്തിനും മനസ്സിനും ആവശ്യമുള്ള കർത്തവ്യങ്ങളുടെ വർജനമെന്ന് തെറ്റായി ധരിക്കരുതെന്ന് ശ്രീല ഭക്തിവിനോദ ഠാക്കൂർ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അത്തരം ചുമതലകൾ പോലും കൃഷ്ണ സേവാഭാവത്തിൽ നിർവഹിക്കുന്ന പക്ഷം ഇന്ദ്രിയ പ്രീണനമാകുന്നില്ല. ഹരേ കൃഷ്ണ. അതാണ് ശീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നു. ഇതാണ് ഇപ്പോൾ കഴിഞ്ഞ പറഞ്ഞ ശ്ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇതാണ് കൃഷ്ണനോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ്, ദൃഢ അനുരാഗ്. ദൃഢ അനുരാഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണമെന്ന്. അതായത് എല്ലാവിധ എല്ലാവിധ നിബന്ധനകളും നിയമങ്ങളും എല്ലാം സെക്കൻഡറി ആണ് അവർക്ക്. എന്താണ്? പ്രേമസേവനം മാത്രമാണ് അവരുടെ ലക്ഷ്യം. കൃഷ്ണ പ്രേമ സേവനം, കൃഷ്ണന്റെ സന്തോഷത്തിന് വേണ്ടി. അതിനെയാണ് ദൃഢ അനുരാഗ എന്ന് പറയുന്നത്. ഈ ദൃഢ അനുരാഗ എന്ന് പറയുന്നത് ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, ഒരു വെളുത്ത നിറത്തിലുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു കറ പോലും ഇല്ലാത്ത അത്രയും ശുദ്ധമായിട്ടുള്ള വസ്ത്രം പോലെയാണ്. അത്രയും ശുദ്ധമാണ്, അത്രയും പരിശുദ്ധമാണ് എന്നാണ് പറയുന്നത് ഈ ഒരു പ്രേമം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ശീലപ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ശീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാവരും നമുക്ക് തരുന്ന അഡ്വൈസ് ആണ്. അത് ശീലപ്രഭുപാദ് പറയാണ്, ശീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി നമ്മളെല്ലാവരും ഉപദേശിക്കുന്നു, സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ അതേ മെസ്സേജ്. അതായത് ബാക്കിയെല്ലാം, നമ്മുടെ എല്ലാ സെൻസ് ഗ്രാറ്റിഫിക്കേഷനും എല്ലാ ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ പുറകുള്ള ഓട്ടവും മാറ്റിവെച്ച് ഗോപികമാരെങ്ങനെയാണോ പൂർണ്ണമായിട്ടും ഭഗവാനെ പ്രേമിച്ചത്, സ്നേഹിച്ചത്, അതേപോലെ നമ്മളും ചെയ്യൂ എന്നാണ് പറയുന്നത്. ശിലപ്രഭുപാദി പറയുന്നു, കൃഷ്ണന് വേണ്ടി, കൃഷ്ണന്റെ സന്തോഷത്തിന് വേണ്ടി എന്ത് റിസ്ക്കും എടുക്കാനും തയ്യാറാവണമെന്ന്. ഇത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഇപ്പോഴത്തെ ഗുരുജനങ്ങളുടെയും ശീലപ്രഭുപാദിന്റെ കാര്യം എടുത്താലും എന്ത് റിസ്ക്കും എടുക്കാൻ അവർ തയ്യാറാണ്. കൃഷ്ണന്റെ സന്തോഷം, ചൈതന്യ മഹാപ്രഭുവിന്റെ സന്തോഷം, ഗുരുജനങ്ങളുടെ സന്തോഷം, അത് മാത്രമേ ഉള്ളൂ. 70-ാം വയസ്സിലാണ് ശീലപ്രഭുപാദി കടലിൽ കടന്ന്, കടലിലൂടെ ചരക്ക് കപ്പലില് 70 വയസ്സായിട്ടുള്ള ആള് 1.5 മാസത്തോളം ഇരുന്ന് അവിടെ എത്തുന്നത്. അതും ആരും അറിയാത്തൊരു സ്ഥലത്തേക്ക്, അമേരിക്കയിലേക്ക് പോകുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടോ ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന് ഫേമസ് ആവാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം ചെയ്തത്. ഫേമസ് ആവുന്നത് തന്നെ ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് 40 രൂപയായിട്ട് പോകുന്നു. അതില് ഒരേ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. ചൈതന്യ മഹാപ്രഭുവിന്റെ ആഗ്രഹമാണ്, യാരേ ദേഖോ താരേ കഹോ കൃഷ്ണ ഉപദേശം. പൃഥ്വിയിൽ മുഴുവനും, നഗരങ്ങളിൽ മുഴുവനും
കൃഷ്ണാവബോധം പ്രചരിപ്പിക്കണം. പൃഥ്വിത്തെ എല്ലാ പൃഥ്വിയിലും നഗരാതി എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പൃഥ്വിയിൽ മുഴുവനും സർവത്ര പ്രചാരണം ചെയ്യണം എന്നുള്ളതായിരുന്നു മഹാപ്രഭുവിന്റെ ആഗ്രഹം. ആ ആഗ്രഹം നിറവേറ്റാനാണ് ശീല പ്രഭുപാജി പോയത്. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ആഗ്രഹവും അതായിരുന്നു. അല്ലെ, ഗുരുജനങ്ങളുടെ ആഗ്രഹവും ഭഗവാന്റെ ആഗ്രഹവും ഒന്ന് തന്നെയാണ്, വ്യത്യാസമില്ല. അവരെല്ലാവരും ഒന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്, അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ ഇതാണ് പ്രേമം. ആ ഒരു പ്രേമം ഉള്ളത് കൊണ്ടാണ്, ഭഗവാനോടുള്ള സ്നേഹം ഉള്ളത് കൊണ്ടാണ്, പ്രേമം ഉള്ളത് കൊണ്ടാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത്. എന്ത് റിസ്ക്കും എടുക്കാൻ തയ്യാറാവുന്നു, എന്ത് റിസ്ക്കും എടുക്കാൻ തയ്യാറാണ്. അവനവന്റെ സിറ്റുവേഷൻ എന്താന്ന് പോലും നോക്കുന്നില്ല അവര്. എനിത്തിങ് ആൻഡ് എവറിത്തിങ് ഫോർ കൃഷ്ണ. അതാണ് പറയുന്നത്. ശീല ഭക്തിവിനോദ് ഠാക്കൂർ ഒരു കാര്യം ഇവിടെ പറയുന്നു, ശീല പ്രഭുപാദി പറയുന്നു, നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഇതിന്റെ അർത്ഥം നമ്മുടെ ഡ്യൂട്ടികളെല്ലാം നമ്മൾ ത്യജിച്ചുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. നമ്മൾ ചെയ്യുന്ന ഓരോ സർവീസും ഓരോ കാര്യങ്ങളും അത് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഇന്ദ്രിയ സുഖഭോഗങ്ങളിൽ വരില്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവാനെ സമർപ്പിച്ച് ചെയ്യണം എന്നുള്ളത്. അങ്ങനെയാവുമ്പോൾ അത് ഭക്തിയുടെ ഭാഗമായി മാറും. അത് ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ശില ഭക്തിവിനോദ് ഠാക്കൂർ പറയുന്നു. 171 ശ്ലോകം. അതേവ കാമപ്രേമേ ബഹുത അന്തര കാമ അന്ധതമ പ്രേമ നിർമ്മല ഭാസ്കര. ഹരേ കൃഷ്ണ പ്രഭു. അതയേവ കാമ പ്രേമേ ബഹുധ അന്തര കാമ അന്ധതമ പ്രേമ നിർമ്മല ഭാസ്കര. വിവർത്തനം. ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അതുകൊണ്ട് കാമവും പ്രേമവും തികച്ചും വ്യത്യസ്തമാണ്. കാമം നിബിഡാന്ധകാരം പോലെയും പ്രേമം പ്രകാശിക്കുന്ന സൂര്യനെ പോലെയുമാണ്. ഹരേ കൃഷ്ണ. രണ്ടും, കാമവും പ്രേമവും തമ്മിൽ വ്യത്യാസമുണ്ട്. അന്ധകാരമാണ് കാമം, എന്നാൽ പ്രേമമാണെങ്കിലോ ജ്വലിക്കുന്ന ഭാസ്കരൻ അല്ലെങ്കിൽ സൂര്യനെ പോലെയാണ്. അതാണ് പറയുന്നത്, കാമ പ്രേമവും തമ്മിൽ വ്യത്യാസം. അതേവ ഗോപി ഗണേര നാഹി കാമഗന്ധ കൃഷ്ണ സുഖലാഗി മാത്ര കൃഷ്ണ സേ സംബന്ധ. ഹരേ കൃഷ്ണ. അതേവ ഗോപി ഗണേര നാഹി കാമഗന്ധ കൃഷ്ണ സുഖലാഗി മാത്ര കൃഷ്ണ സേ സംബന്ധ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. അപ്രകാരം ഗോപികമാരുടെ പ്രേമത്തിൽ കാമത്തിന്റെ അശുദ്ധി ലേശം പോലും തീണ്ടുന്നില്ല. കൃഷ്ണനുമായുള്ള അവരുടെ ബന്ധം അവിടുന്നിന്റെ ആസ്വാദനത്തിനു വേണ്ടി മാത്രമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറഞ്ഞ് നമ്മുടെ തലയിലെ, നമ്മുടെ ബ്രെയിനകത്തേക്ക് കയറാൻ വേണ്ടി പറയുന്നു അദ്ദേഹം. അതായത് പലപ്പോഴും പലവരും തെറ്റിദ്ധരിക്കുന്നത് ഗോപികമാരും കൃഷ്ണനും തമ്മിലുള്ള റിലേഷനെ തെറ്റായിട്ട് ധരിക്കുന്നു. ആർക്ക് എന്തറിയാം, അവർക്ക് എന്തറിയാം. ചൈതന്യ ചരിതാമൃതം പഠിക്കാൻ പറയൂ. ചൈതന്യ ചരിതാമൃതം അങ്ങനെ പഠിക്കാനുള്ള അവസരവും കിട്ടില്ല. ആദ്യം നാമം ജപിച്ചു തുടങ്ങൂ, ഭഗവാനെ ആശ്രയിക്കൂ, ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് നാമം ജപിച്ച് ഭഗവത്ഗീത ഭാഗവതമൊക്കെ പഠിച്ചുകൊണ്ട് നാമജപത്തിലൂടെ നമ്മുടെ പ്യൂരിഫിക്കേഷൻ നടക്കുമ്പോഴാണ് ചൈതന്യ ചരിതാമൃതം പഠിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നത്. ചൈതന്യ ചരിതാമൃതം കൂടെ പഠിക്കുമ്പോൾ നമുക്ക് ക്ലാരിറ്റി വരുവാണ് പല കാര്യങ്ങളിലും, അല്ലെ. പല കാര്യങ്ങളും പലവരും തെറ്റായി ധരിക്കുന്നത് എത്ര ക്ലിയർ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇത് ശാസ്ത്രമാണ്. ഭഗവാൻ എംപവർ ചെയ്തുകൊണ്ടാണ് ശീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം തന്നെ, നമ്മൾ ഇനി അടുത്ത വേറെ സെക്ഷനിൽ കാണും, അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഞാനല്ല എഴുതിയിട്ടുള്ളത്. ശീല പ്രഭുപാദ് പറയുന്ന പോലെ ഭാവാർത്ഥം മുഴുവനും കൃഷ്ണനാണ് എഴുതിയത്, എന്റെ ഗുരുവാണ് എഴുതിയത്, ഞാൻ ഒരു ഉപകരണം മാത്രമായിരുന്നു. അതേപോലെ തന്നെയാണ് 90-ാം വയസ്സിലാണ്, കണ്ണുപോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇത് എഴുതുന്നത്. ചിന്തിച്ചു നോക്കൂ. 90 വയസ്സ് 95 വയസ്സായിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയും, ഇത്രയും വയസ്സായ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എന്നെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. പക്ഷേ സാധിച്ചു അദ്ദേഹത്തിന്. എങ്ങനെ? കാര്യം ഭഗവാനാണ് ചെയ്തത്, അദ്ദേഹത്തെ ഒരു നിമിത്തമാക്കി മാറ്റി എന്ന് മാത്രം. എന്നിട്ട് ക്ലാരിഫൈ ചെയ്യാണ്. ശീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഗോലോക വൃന്ദാവനത്തിലെ രൂപമഞ്ജരിയുടെ കൂടെയുള്ള ആളാണ്, കസ്തൂരി മഞ്ജരിയാണ്. രാധാറാണിയുടെ അഷ്ടസഖിമാരിൽ വെച്ച്
അഷ്ടമഞ്ജരിമാരിൽ വെച്ച് ഒരാളാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. അപ്പൊ അദ്ദേഹം പറയുന്നതില് വല്ല എന്തെങ്കിലും സംശയവും വേണ്ട ആവശ്യമുണ്ടോ? ഡയറക്ട്ലി രാധാറാണിയുടെ ക്യാമ്പിൽ നിന്ന്, അതും ഇത്രയും മഞ്ജരിമാരിൽ കോടാനുകോടി മഞ്ജരിമാരുണ്ട്, അതിൽ വെച്ച് അഷ്ടമഞ്ജരി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട 8 പേര്, അതിലൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഇതെല്ലാം റിവീൽ ചെയ്യുന്നത്. ഒന്നും ഒരു തെറ്റിദ്ധാരണയും ആർക്കും വേണ്ട. കാര്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. കാര്യം തെറ്റിദ്ധാരണ എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ഉള്ളിൽ ആ വിഷം ഉള്ളപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരിൽ വിഷം കാണുന്നത്. ഇതാണ് പ്രശ്നം. എപ്പോഴും എല്ലാ കാര്യങ്ങളും അതാണ്. നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരോട് അസൂയുണ്ടെങ്കിൽ നമ്മൾ പറയും അവർക്ക് അസൂയയാണെന്ന്. നമ്മളിലുള്ള തെറ്റുകളാണ് നമ്മൾ മറ്റുള്ളവരിൽ കാണുന്നത്. മറ്റുള്ളവരിൽ നമ്മൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, തെറ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം ആ ഡിഫക്റ്റ് അവർക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ നമുക്കുണ്ട് എന്നുള്ളതാണ്. അവർക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് സെക്കൻഡാണ്. അത് ഉണ്ടോ ഇല്ലയോ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ അത് ഉള്ളത് കൊണ്ടാണ് അത് തോന്നുന്നത്. അപ്പൊ ഇതൊന്നുമില്ലാത്ത ഇത്രയും പരിശുദ്ധരായിട്ടുള്ള ഭക്തര് നമുക്ക് പറഞ്ഞു തരുവാണ്. ഇതാണ് ആ അതേവ ഗോപിഗണേര നഹി കാമഗന്ധ. കാമത്തിന്റെ ഒരു ഗന്ധം പോലും ഇല്ല എന്ന് പറയുന്നത്. അതായത് കാമത്തിന്റെ ഒരു ചെറിയൊരു അംശം പോലും ഇല്ല അവര് തമ്മിലുള്ള റിലേഷൻ. കൃഷ്ണ സുഖലാഗി മാത്ര, കൃഷ്ണസി സംബന്ധ, കൃഷ്ണന്റെ സുഖം മാത്രം. ഇതാണ് റിലേഷൻ. 173 യത്തെ സുജാത ചരണാംബുർഹം സ്തനേഷു ഭീതാശനേ പ്രിയദധീമഹി കർക്കശേഷു തേനാടവിം അട്ടസി തദ് വ്യതതേന കിം സ്വിത് കൂർപ്പാതിർഭ്രമദിദീർഭവദായുഷാംന. ഗോപിഗീത്. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. യദ്ദേ സുജാത ചരണാംബുരൂഹം സ്തനേഷു പീതാശനൈഃ പ്രിയദധീമഹി കർക്കശേഷു തേനാടവീമടസി തദ്യധതേന കിംസിത് കുർപ്പാദിഭിർഭ്രമദിദീർഭവദായുഷാം നഃ. ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. ഹേ പ്രാണനാഥ, അങ്ങയുടെ പാദാരവിന്ദങ്ങൾ വളരെ ലോലമായതിനാൽ അവ വേദനിച്ചാലോ എന്ന് കരുതി വളരെ പതുക്കെ മാത്രമേ അവയെ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ പോലും വയ്ക്കാറുള്ളൂ. ഞങ്ങളുടെ ജീവൻ അങ്ങയിൽ മാത്രമാണ് വിശ്രമിക്കുന്നത്. അതിനാൽ അങ്ങ് കാനനപാതയിലൂടെ അലയുമ്പോൾ അങ്ങയുടെ മാർദ്ദവമേറിയ പാദങ്ങൾ ചെറിയ കല്ലോ മറ്റോ കൊണ്ട് മുറിഞ്ഞേക്കുമോ എന്ന ഭീതി കൊണ്ട് ഞങ്ങളുടെ മനസ്സുകൾ എപ്പോഴും ആശങ്കാകുലമാണ്. ഭാവാർത്ഥം. ശ്രീമദ് ഭാഗവതത്തിൽ 10:31-19 നിന്നുള്ള ഈ ശ്ലോകം കൃഷ്ണൻ രാസലീലയുടെ മധ്യത്തിൽ നിന്ന് തങ്ങളെ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഗോപികമാർ പറയുന്നതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗോപികമാര് പറയുന്നു കൃഷ്ണന്റെ ആ തൃപ്പാദങ്ങളുടെ അത് വളരെയധികം ടെൻഡറാണ്, അല്ലെങ്കിൽ വളരെയധികം സോഫ്റ്റ് ആണ്. അപ്പോൾ ഇവർക്ക് ടെൻഷനാണ്, ഇവർക്കുള്ളിൽ ആദിയാണ്. കൃഷ്ണൻ ചെരുപ്പില്ലാതെ കാട്ടിലേക്ക് ഗോക്കളെ മേയ്ക്കാൻ പോകുന്ന സമയത്ത് ഈ വനങ്ങളിലൂടെ പോകുമ്പോൾ ആ കാലിന് എന്ത് പറ്റും, ആ പാദങ്ങൾക്ക് എന്ത് പറ്റും, മുറിവ് പറ്റുമോ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, വേദനിക്കുമോ എന്നുള്ള വേദന ഉണ്ടാവുമോ എന്നുള്ള ഒരു ആകാംക്ഷയും ഒരു ആദിയുമാണ് അവരുടെ ഹൃദയത്തിൽ എപ്പോഴും. അതാണ് പറയുന്നത്. ആ സ്നേഹമാണ് പറയുന്നത്. എത്ര സ്നേഹമാണെന്ന് നോക്കൂ. ഇതാണ് സ്നേഹം. ഇതേപോലെ തന്നെയാണ് ഗോപികമാരും. മാത്രമല്ല ഈവൻ ഗോലോക വൃന്ദാവനത്തിലെ പശുക്കൾക്ക് പോലും ഇതാണ് ചിന്ത. യശോദാമ്മയ്ക്കും ചിന്തയുണ്ട്, മറ്റുള്ളവർക്ക് ഒരുപാട് മുതിർന്ന ഗോപികമാർക്കൊക്കെ ചിന്തയുണ്ട്. കൃഷ്ണന്റെ കാൽ എത്ര മൃദുലമായിട്ടുള്ളതാണ്, കാട്ടിൽ പോകുമ്പോൾ മുള്ളു കൊള്ളുമോ, കല്ല് കൊള്ളുമോ, മുറിയുമോ, ടെൻഷനാണ് അവർക്ക്. അപ്പൊ യശോദാമ്മ കൃഷ്ണനോട് പറയും, നീ ഗോക്കളെ മേയ്ക്കാൻ പോകുമ്പോൾ, പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോൾ ചെരുപ്പിട്ട് പോവാൻ പറയും. കൃഷ്ണൻ പറയും, ചെരുപ്പ് എനിക്ക് തരുവാണെങ്കിൽ 9 ലക്ഷം പശുക്കൾക്കും ചെരുപ്പ് കൊടുക്കണം. അപ്പൊ 9 ലക്ഷം ഗുണിക്കുക 4 പശുക്കൾക്ക് 4 കാലല്ലേ ഉള്ളത്. അത്രയും ചെരുപ്പ് ഉണ്ടാക്കി എല്ലാ പശുക്കളെയും അണിയിച്ചാല് ഞാനും ചെരുപ്പിടാം. ഇനി എനിക്ക് മാത്രം ചെരുപ്പ് തരാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ചെരുപ്പ് കൊടുക്കാതെ എനിക്ക് മാത്രം തന്നാൽ ഞാനിടില്ല. അപ്പൊ അവരുടെ കാല് വേദനിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത് കൃഷ്ണൻ.
അപ്പോൾ ഇത് രാത്രിയില് പശുക്കളെ കൊണ്ടുപോകാൻ പോകുന്നതിന് മുമ്പ് കൃഷ്ണനും അമ്മയും തമ്മിലുള്ള സംവാദമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് വലിയ പശുക്കളെ കൊണ്ടുപോകുന്നത്. അതിന്റെ തലേ ദിവസമാണ് ഈ സംവാദം നടക്കുന്നത്. അതുവരെ കുട്ടി പശുക്കളെ, അതായത് പശുക്കിടാങ്ങളെയാണ് കൊണ്ടുപോകുണ്ടായിരുന്നത്. അപ്പോൾ ഈ കോൺവെർസേഷൻ പശുക്കള് പുറത്തുനിന്ന് കേൾക്കുവാണ്, മകനും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ. കൃഷ്ണൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെരുപ്പ് തരാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ പശുക്കൾ ഇത് കേട്ടപ്പോൾ പശുക്കൾ ചിന്തിക്കുകയാണോ, ഞങ്ങൾക്ക് കൃഷ്ണനോടുള്ളേക്കാൾ സ്നേഹം കൂടുതലാണ് കൃഷ്ണന് ഞങ്ങളോട്. നോക്കൂ, ഞങ്ങളുടെ കാലില് വേദനയുണ്ടാവുമെന്നാണ് കൃഷ്ണൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. നമുക്ക് എന്താ ചെയ്യേണ്ടത്? അവർ ചിന്തിക്കുകയാണ്, പശുക്കൾ, കൃഷ്ണന്റെ തൃപ്പാദങ്ങൾ സംരക്ഷിക്കല് നമ്മുടെ ചുമതലയാണ്. അത് എപ്പോഴും ഇങ്ങനെയാണ്. കൃഷ്ണന്റെ പ്രേമവും കൃഷ്ണന്റെ ഭക്തരോടുള്ള സ്നേഹവും ഭക്തർക്ക് കൃഷ്ണനോടുള്ള സ്നേഹവും തമ്മിൽ കോമ്പറ്റീഷനാണ് എപ്പോഴും. അപ്പോൾ പശുക്കള് ഭഗവാന്റെ ഭക്തരാണ്. അപ്പൊ അവര് ചിന്തിക്കുന്നു. അപ്പൊ അവരങ്ങനെ നേരെ അന്നത്തെ രാത്രിയിൽ അവരെല്ലാവരും കൂടെ പോയിട്ട് അടുത്ത ദിവസം കാട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള എല്ലാ വലിയ വലിയ കല്ലുകളും മുള്ളുകളും ഒക്കെ അവര് അരച്ച് പൊടിച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണാക്കി മാറ്റുന്നു. എന്നാൽ അടുത്ത ദിവസം അവരെ തന്നെ കൊണ്ടുപോകാൻ പോകുന്നത്. കൃഷ്ണന്റെ കാലിൽ ഒരു മുറിവ് പോലും വരരുത്. ഈ ഒരു നമ്മൾ വൃന്ദാവനത്തിൽ പോകുമ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണ് ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. പല സ്ഥലങ്ങളിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണാണ് നമ്മുടെ പശുക്കൾ ഭഗവാന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ളതാണ്. അതാണ് സ്നേഹം, ഭക്തരുടെ സ്നേഹം. 174 ആത്മസുഖ ദുഃഖേ ഗോപീര നാഹിക വിചാര കൃഷ്ണ സുഖ ഹേതു ചേഷ്ട മനോവ്യവഹാര. ഹരേ കൃഷ്ണ. ആത്മസുഖ ദുഃഖ ഗോപീര നാഹിക വിചാര കൃഷ്ണ സുഖ ഹേതു ചേഷ്ട മനോവ്യവഹാര. വിവർത്തനം. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. ഗോപികമാർ അവരുടെ സ്വന്തം സുഖദുഃഖങ്ങൾ പരിഗണിക്കുന്നില്ല. അവരുടെ ശാരീരികവും മാനസികവുമായ വ്യവഹാരങ്ങളെല്ലാം കൃഷ്ണന്റെ ആസ്വാദനാർത്ഥം സമർപ്പിതമാണ്. ഹരേ കൃഷ്ണ. കൃഷ്ണന്റെ സന്തോഷം മാത്രമേ ഉള്ളൂ അവർക്ക്. അവര് ആത്മസുഖ ദുഃഖേ അതിൻ്റെ ഒന്നും ഒരു വിചാരം അവർക്കില്ല. നാഹിക വിചാരം, അങ്ങനെ സ്വന്തം സന്തോഷവും സ്വന്തം വിഷമങ്ങളും ഇതൊന്നും അവർക്ക് വിഷയങ്ങളെ അല്ല. കൃഷ്ണന്റെ സന്തോഷമുണ്ടോ, കൃഷ്ണന്റെ വിഷമാവോ, ഇതാണ് ചിന്തിക്കുന്നത്. കൃഷ്ണ ലാഗി ആരസഭ കരെ പരിത്യാഗ കൃഷ്ണ സുഖ ഹേതു കരെ ശുദ്ധ അനുരാഗ. ഹരേ കൃഷ്ണ. കൃഷ്ണ ലാഗി ആരസഭ കരെ പരിത്യാഗ കൃഷ്ണ സുഖ ഹേതു കരെ ശുദ്ധ അനുരാഗ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അവർ കൃഷ്ണന് വേണ്ടി എല്ലാം ത്യജിച്ചു. കൃഷ്ണനെ ആനന്ദം നൽകുന്നതിലാണ് അവരുടെ ആസക്തി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അവരെല്ലാം ഗോപികമാരെല്ലാം ഉപേക്ഷിക്കുന്നു കൃഷ്ണന് വേണ്ടി. അതാണ് ആ പരിശുദ്ധമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് കൃഷ്ണനുമായിട്ട്. കൃഷ്ണന്റെ സന്തോഷം മാത്രമേ ഉള്ളൂ അവരുടെ ചിന്ത. 176 ഏവം മത് അർത്ഥോ ജിഹിതലോകവേദ സ്വാനാം ഹി വോ മൈ അനുവൃത്തയേ ബലാഃ മയാ പരോക്ഷം ഭജതാതിരോഹിതം മാസൂയിതും മാർഹത തത്പ്രിയം പ്രിയാഃ. ഹരേ കൃഷ്ണ. ഏവം മദത്തോ ജിതലോകവേദ സ്വാനാം ഹി വോ മയ്യനുവൃത്തയേ ബലാഃ മയാ പരോക്ഷം ഭജതാതിരോഹിതം മാസൂയിദം മാർഹത തത്പ്രിയം പ്രിയാഃ. ഹരേ കൃഷ്ണ. വിവർത്തനം. അല്ലയോ പ്രിയ ഗോപിമാരെ. വിവർത്തനം ഭാവാർത്ഥം മേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അല്ലയോ പ്രിയ ഗോപിമാരെ, നിങ്ങൾ എനിക്ക് വേണ്ടി സാമൂഹ്യ മര്യാദകളും സദാചാരങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഉപേക്ഷിച്ചു.
ഞാൻ നിങ്ങളിൽ നിന്ന് അപ്രത്യക്ഷനായത് നിങ്ങൾക്ക് എന്നിലുള്ള ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഞാൻ അപ്രത്യക്ഷനായത് നിങ്ങളുടെ പ്രയോജനത്തിനു വേണ്ടി ആയതിനാൽ എന്നോട് അസന്തുഷ്ടരാകരുത്. ഭാവാർത്ഥം. ശ്രീമദ് ഭാഗവതത്തിൽ നിന്നുള്ള ഈ ശ്ലോകം 10:32-21 രാസലീല വേദിയിലേക്ക് മടങ്ങി വന്നപ്പോൾ കൃഷ്ണ ഭഗവാനാൽ പറയപ്പെട്ടതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണൻ ഗോപികമാരോട് പറയുന്നതാണ്, രാസലീലയിലെ കൃഷ്ണൻ അപ്രത്യക്ഷനാവും അല്ലെ. അതിനുശേഷം തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം പറയാണ്, എല്ലാ സാമൂഹിക കസ്റ്റംസും സോഷ്യൽ കസ്റ്റംസും അതേപോലെ തന്നെ എല്ലാവിധ എന്താ പറയാ സ്ക്രിപ്ചറൽ ഇൻജങ്ഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെ റൂൾസ് റെഗുലേഷൻസോ എല്ലാം തന്നെ മാറ്റി വെച്ചിരിക്കുന്നു എനിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ എന്റെ സന്തോഷത്തിന് വേണ്ടി ബന്ധുജനങ്ങളെയും ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അങ്ങനെ ചെയ്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു. അപ്പോൾ ഞാൻ അപ്രത്യക്ഷനായത്, ഞാൻ നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് എന്നിലുള്ള സ്നേഹം കൂടാൻ വേണ്ടിയിട്ടാണ്. കാര്യം ആ വിരഹത്തില് മാധുര്യം കൂടുതലാണ്. എവിടെ പോയി എന്റെ പ്രാണനാഥൻ, എന്റെ കൃഷ്ണൻ എവിടെ പോയി? ആ ഒരു വിരഹം അവരുടെ ഭാവം കൂട്ടും, അവരുടെ പ്രേമത്തിന്. ഇത് ആ ഒരു ഫയർ, ആ ഒരു തീയില് എണ്ണ കോരി ഒഴിക്കുന്ന പോലെയാണ്. കൂടെ നിൽക്കുവാണ് അവര്. രാസലീല നടന്നുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് ഒരു നിമിഷത്തില് ആള് അപ്രത്യക്ഷനാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ ഒരു ആകാംക്ഷയും സ്നേഹവും പ്രേമവും ആ വികാരങ്ങളും ആ പ്രേമവും എല്ലാം അങ്ങനെ കൂടും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പൊ നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടി ചെയ്തതാണ്. കൃഷ്ണൻ പറയാണ്, അല്ലാതെ എന്നോട് വിരോധം തോന്നരുത്. നിങ്ങളുടെ സന്തോഷം, നിങ്ങൾക്ക് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതാണ് അത് എന്നാണ് പറയുന്നത്. എന്നോട് വിരോധം തോന്നരുത്. 177 കൃഷ്ണേര പ്രതിജ്ഞ ഏക ആചെ പൂർവ ഹൈത്തെ യേയാചെ ഭജെ കൃഷ്ണ താരെ ഭജ തൈചെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണേര പ്രതിജ്ഞ ഏക ആചേ പൂർവഹൈദേ യേ യൈചേ ഭജേ കൃഷ്ണ താരേ ഭജേ തൈചേ. വിവർത്തനം. ശ്രീലപ്രഭുപാദിക്ക് ജയ്. ഭഗവാനെ ആരാധിക്കുന്നതിനനുസരിച്ച് അവരോട് പരസ്പര വിനിമയം നടത്തുമെന്ന് കൃഷ്ണ ഭഗവാൻ മുമ്പേ തന്നെ തന്റെ ഭക്തന്മാർക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണൻ ഓൾറെഡി വാക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതാണ് പറയുന്നത് ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. അതായത് ഭക്തർ എങ്ങനെയാണോ എന്റെ അടുത്തേക്ക് വരുന്നത്, അതേപോലെ തന്നെ ഞാൻ തിരിച്ചവർക്ക് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതാണ്, യേ യഥാമാം പ്രപദ്യന്തേ താംസ്തദേവാ ഭജാമ്യഹം മമ വർത്തമാനോ വർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശഃ. 178 ശ്ലോകത്തിൽ അത് പറയുന്നു. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. യേ യഥാ മാം പ്രപദ്യന്തെ തംസ്തദൈവ ഭജാമ്യഹം മമ വർത്താനുവർത്തന്തെ മനുഷ്യ പാർത്ഥ സർവശ. വിവർത്തനം. ഭാവാർത്ഥം. ശ്രീലപ്രഭാതിക്ക് ജയ്. വിവർത്തനം. എന്നെ ശരണം പ്രാപിക്കുന്നതിനനുസരിച്ച് ഏവർക്കും ഞാൻ തക്കതായ പ്രതിഫലം നൽകുന്നു. അല്ലയോ കുന്തിപുത്ര, എല്ലാവരും എല്ലാവിധത്തിലും എന്റെ മാർഗത്തെ പിന്തുടരുന്നു. ഭാവാർത്ഥം. കൃഷ്ണൻ ഗോപികമാരോട് ഒരിക്കലും കൃതജ്ഞതാബോധം ഇല്ലാത്തവനായിരുന്നില്ല. ഭഗവത്ഗീതയുടെ ഈ ശ്ലോകത്തിൽ 4:11 അവിടുന്ന് അർജുനനോട് പ്രഖ്യാപിക്കുന്നത് പോലെ ഭക്തന്മാർ തനിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന അതീന്ദ്രിയ പ്രേമ സേവനത്തിന് ആനുപാതികമായി അവിടുന്ന് അവരുമായി പരസ്പര വിനിമയം നടത്തുന്നു. എല്ലാവരും ഭഗവാനിലേക്കുള്ള പാതയിലാണ്. പക്ഷെ ആ പാതയിൽ പുരോഗതിയുടെ വിഭിന്ന നിലവാരങ്ങളുണ്ട്. ഒരുവന്റെ പുരോഗതിയുടെ അനുപാതത്തിനനുസരിച്ച് ഭഗവാനെ സാക്ഷാത്കരിക്കാം. മാർഗം ഏകമാണ്. പക്ഷെ പരമലക്ഷ്യത്തെ സമീപിക്കുന്നതിനുള്ള പുരോഗതിക്ക് പല ഘട്ടങ്ങളുണ്ട്. അതനുസരിച്ച് ഭഗവത് സാക്ഷാത്കാരത്തിന്റെ അനുപാതങ്ങളും വ്യത്യസ്തമാണ്. ഗോപികമാർ അത്യുന്നത ലക്ഷ്യം നേടുകയും അവരാൽ പിന്തുടരപ്പെട്ട ആരാധനാ സമ്പ്രദായത്തെക്കാൾ ഉയർന്ന ഒരു സമ്പ്രദായവുമില്ലെന്ന് ചൈതന്യ മഹാപ്രഭു ഉറപ്പിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണനും ഭക്തരും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? ഭഗവാനോട് നമ്മൾ എത്രമാത്രം അങ്ങോട്ട് സ്നേഹിക്കുന്നു, നമ്മൾ അദ്ദേഹത്തെ ഏത് ഭാവത്തിലാണ് കാണുന്നത്, അതനുസരിച്ചിട്ടാണ് തിരിച്ച് അദ്ദേഹം നമ്മുടെ അടുത്ത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഗോപികമാര് എക്സ്ട്രീം ആയിരുന്നു. ഇതേപോലെ ആരും കാണിക്കുന്നുണ്ട്. ഇതുപോലെ അവർക്കുള്ളിലുള്ള അവരുടെ ആരാധന പോലെ വേറെ ആർക്കും ഇല്ല. അതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവും അത് പറഞ്ഞിട്ടുള്ളത്. ആരാധ്യ ഭഗവാൻ വ്രജേഷു തനേ തദ്ധാമ വൃന്ദാവനം
രമ്യ കാചിത് ഉപാസന വ്രജവധു വർഗേനയ കൽപ്പിത. വ്രജവധു ഗോപികമാരെ പോലുള്ളവരുടെ ആ ഒരു അനുരാഗം, ആ സ്നേഹം വേറെ ആർക്കുമില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് കൃഷ്ണൻ അതുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് നിങ്ങൾക്ക് എന്താണ് തിരിച്ചു തരേണ്ടതെന്ന് അറിയില്ല, എനിക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളുടെ സ്നേഹത്തിന് തിരിച്ചു തരാൻ വേണ്ടി എന്റെ കയ്യിൽ ഒന്നുമില്ല. അത്രമാത്രം, അത് ആ ബൗണ്ടറി വിട്ടുപോകുന്നു. അതിനു മുകളിലാണ്. കൃഷ്ണൻ തന്നെ ആകെ കൺഫ്യൂഷനിലാണ്. ഇവർക്ക് എങ്ങനെ തിരിച്ചു കൊടുക്കും? അതാണ് പറയുന്നത്. 179. സേ പ്രതിജ്ഞ ഭംഗ ഹൈല ഗോപിര ഭജനെ താഹത്തെ പരമണ കൃഷ്ണ ശ്രീമുഖ വചനെ. ഹരേ കൃഷ്ണ. ते प्रतिज्ञाभंग हैला गोपीर भजने ताहा ते प्रमाण कृष्ण श्रीमुख वचने. विवर्तनम by his divine grace अभय चरणारविंद भक्ति वेदांत स्वामी ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം സമ്മതിക്കുന്നതുപോലെ ഗോപികമാരുടെ ആരാധനയാൽ ആ പ്രതിജ്ഞ ലംഘിക്കപ്പെട്ടു. ഹരേ കൃഷ്ണ. അദ്ദേഹം പറഞ്ഞു, യേതാമാം പ്രപത്യന്തെ താം തദേവ വജാമിഹം. നിങ്ങൾ എങ്ങനെ എന്റെ അടുത്ത് വരുന്നോ അതനുസരിച്ച് ഞാൻ തിരിച്ചു തരാം. പക്ഷേ ഈ പ്രതിജ്ഞ ലംഘിച്ചു, അല്ലെങ്കിൽ ബ്രേക്ക് ആയി പോയി. കൃഷ്ണന് ചെയ്യാൻ പറ്റുന്നില്ല, കാര്യം തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ഗോപികമാർക്ക്. അവരുടെ സ്നേഹത്തിന്റെ അളവ് ലിമിറ്റിനപ്പുറത്തേക്ക് പോയി. അതാണ് കൃഷ്ണൻ പറയുന്നത് 180 ശ്ലോകത്തില്. ഇത് ഗോപിഗീതത്തില് ഗോപികമാരോട് പറയുന്നതാണ് കൃഷ്ണൻ ഭാഗവതത്തില്. ന പാരയേഹം നിരവധ്യ സംയുജാം സ്വസാധു കൃത്യം വിബുധായുഷാപി യാമാദ്ഭജൻ ദൂർജയ ഗേഹ ശൃംഖലാഃ സംവൃശ്ചയാ തത്വ പ്രതിയാതു സാധുനാ. ഹരേ കൃഷ്ണ. ന പാരയേഹം നിരവധ്യ സംയുജാം സ്വസാധു കൃത്യം വിബുധായുഷാഭിവ യാമാ ഭജൻ ദുർജയ യഗേഹ ശൃംഖലാഃ സംവൃച്ഛ തദ്വാ പ്രതിയാതു സാധുനാ. വിവർത്തനം ഭവാർത്ഥം എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അല്ലയോ ഗോപികമാരെ, നിങ്ങളുടെ നിഷ്കളങ്കമായ സേവനത്തിനുള്ള കടം വീട്ടാൻ ബ്രഹ്മാവിന്റെ ഒരായുഷ്കാലത്തിനുള്ളിൽ പോലും എനിക്കാവില്ല. എന്നോടുള്ള നിങ്ങളുടെ ബന്ധം തിരസ്കരിക്കാൻ കഴിയാത്തതാണ്. ഛേദിക്കാൻ പ്രയാസമേറിയ എല്ലാ ഗാർഹിക ബന്ധങ്ങളും ഉപേക്ഷിച്ച് നിങ്ങൾ എന്നെ ആരാധിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ സ്തുത്യർഹമായ പ്രവർത്തികൾ തന്നെ നിങ്ങൾക്കുള്ള പ്രതിഫലമാകട്ടെ. ഭാവാർത്ഥം. ശ്രീമദ് ഭാഗവതത്തിൽ നിന്നുള്ള ഈ ശ്ലോകം 10:32-22 ഗോപികമാരുടെ വിരഹഗാനം ശ്രവിച്ചതിനെ തുടർന്ന് വീണ്ടും പ്രത്യക്ഷനായ ശ്രീകൃഷ്ണ ഭഗവാനാൽ പറയപ്പെട്ടതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാൻ പറയുന്നു, ഞാൻ പാരയേഹം, എനിക്ക് തിരിച്ചു തരാൻ നിരവധ്യ സംയുജം, എനിക്കറിയില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല നിങ്ങൾക്ക് തിരിച്ചു തരാൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഈ ആത്മാർത്ഥത, നിങ്ങളുടെ ഈ സ്നേഹത്തിന് തിരിച്ചു തരാൻ വേണ്ടി ബ്രഹ്മാവിന്റെ ലൈഫ് ടൈം മുഴുവനും, എത്രയോ മില്യൺ വർഷങ്ങൾ അല്ലെ, ഒരു ഉദാഹരണമായിട്ട് ഭഗവാൻ പറയുന്നു മാത്രം. അത്ര വർഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും എനിക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാനൊന്നും സാധിക്കില്ല. നിങ്ങളുടെ സ്നേഹം അത്രമാത്രമാണ്, എല്ലാ നിബന്ധനകൾക്കും അതീതമാണ്. അതെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ എനിക്ക് വേണ്ടി ഓടി വരുന്നു എപ്പോഴും, അല്ലെങ്കിൽ എന്നെ സേവിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഒന്നുമില്ല തിരിച്ചു തരാൻ. അതുകൊണ്ട് നിങ്ങളുടെ ഈ പറയുന്ന നിങ്ങൾ ഈ ചെയ്തിട്ടുള്ള വേറെ ആരും ചെയ്യാത്തതായിട്ടുള്ള നിങ്ങളുടെ ഈ മഹാത്മ്യം തന്നെ, ഈ പ്രവൃത്തികൾ, ഈ മഹത്തായിട്ടുള്ള ഈ കാര്യങ്ങൾ തന്നെ ആയിരിക്കട്ടെ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള സമ്മാനം. അതായത് വേറെ ഒന്നുമല്ല ഉദ്ദേശിക്കുന്ന കൃഷ്ണൻ. ഭഗവാൻ പറയുവാണ്, നിങ്ങൾ ചെയ്തതുപോലെ വേറെ ആർക്കും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ മഹത്വം നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് മാത്രം അർഹതപ്പെട്ടതാണ്. വേറെ ആർക്കും കോമ്പറ്റീഷൻ ചെയ്യാൻ പോലും സാധിക്കില്ല. നിങ്ങളുടെ ഈ സ്നേഹവും നിങ്ങളുടെ പ്രേമവും എല്ലാവരും അതിനെക്കുറിച്ച് സ്തുതിക്കും. ശരിയാണ്, അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണൻ കൊടുത്ത അനുഗ്രഹമാണ്.
കൃഷ്ണൻ പറഞ്ഞു അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ, എനിക്ക് വേറെ ഒന്നുമില്ല എന്റെ കയ്യിൽ തരാൻ, അതുകൊണ്ട് എല്ലാവരും നിങ്ങളെ സ്തുതിക്കും, നിങ്ങളുടെ സ്നേഹത്തെ, നിങ്ങളുടെ ഈ മനോഹര ഈ പറയുന്ന ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് തന്നെ ആയിരിക്കട്ടെ. അത് എല്ലാവരും അത് കാണും, മനസ്സിലാക്കും, അവര് സ്തുതിക്കും. ഇതാണ് എനിക്ക് എന്തെങ്കിലും തിരിച്ചു തരാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇതായിരിക്കട്ടെ കോമ്പൻസേഷൻ, നിങ്ങൾക്ക് തരാനുള്ള കോമ്പൻസേഷൻ എന്നാണ് പറയുന്നത്. അതിമനോഹരം. ന പാരേഹം നിരവധ്യ സംയുജം. ഓക്കെ, 180 വരെയായി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി തുടരാം. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ. ശില കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി की जय. श्री चैतन्य महाप्रभु की जय. श्री नित्यानंद प्रभु की जय. पंचतत्वात्मकं कृष्णं भक्तरूप स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्त शक्तिकं. जय जय श्री चैतन्य, जय नित्यानंद, जय द्वैत चंद्र, जय गौर भक्त वृंदा. श्रील प्रभुपाद की जय. श्री चैतन्य चरितामृत की जय. निताय गौर प्रेमानंदे. हरि हरि बोल. हरे कृष्ण.